നിങ്ങള് പറയാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാ. ഞങ്ങള് പോകാനുള്ളതാണ്, ലൊക്കേഷനിലേക്ക് പോകണം, ഷൂട്ട് എടുക്കുന്നുണ്ടോ. അപ്പൊ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ എന്താണ് പറയാനുള്ള പറയും. ഇത് ഞങ്ങളൊരു സുഹൃത്താണ്, പേരെന്തെന്ന് കുഞ്ഞെന്ന. അപ്പൊ മൂപ്പർക്ക് അഭിനയത്തിന്റെ വലിയൊരു പ്രാന്താണ്. അതിന് ഒരു ലവ് സീനാണ് വേണ്ടത്. അതിനൊരു കുട്ടീനെ നിങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് ഒരു മൂപ്പർ എന്ത് വേണമെങ്കിലും വേണ്ടി ചെയ്യും. നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും എന്താവണ്ട. ഒരു കുട്ടീനെ നിങ്ങൾ സംഘടിപ്പിക്കണം. എന്നിട്ട് കുട്ടീനെ സംഘടിപ്പിച്ചിട്ട് അതൊന്ന് കുട്ടീനെ കാണിച്ചു കൊടുത്തിട്ട് മൂപ്പരെ സമ്മാനം വേണ്ടിയിട്ട് നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ മൂപ്പർ അതിന് വേണ്ടത് എന്തും ചെയ്യും. ബാക്കിയുള്ള നിങ്ങൾ ചെയ്താലും മതി. അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളെല്ലാം മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ ഒന്ന് ഇത് ചെയ്തോളൂ. അത് വന്നിട്ട് നിങ്ങൾ പേടിക്കുക. മൂപ്പർക്ക് എന്താ വെച്ചാൽ ആ കുട്ടീനെ കാണിച്ചു കൊടുക്കണം. ആ കുട്ടീനെ കുറിച്ച് കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടീനെ കാണിച്ചു മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട് കാണിച്ചാലുള്ള മൂപ്പർക്ക് ഒരു വലിയ താല്പര്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് മറ്റേ സിനിമയിലേക്ക് കുട്ടീനെ നമ്മളെ മോളെ അവതരിപ്പിക്കണം വിചാരിച്ചിട്ടുണ്ടോ? മോളെ വിളിച്ചാ അപ്പൊ ഞങ്ങള് സാറിനെ അറിയുന്നതുകൊണ്ടാണ് സാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ കുഞ്ഞെ കുറെ കാര്യം ഞങ്ങളോട് പറയുന്നത്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാ. പക്ഷേ ഈ ഒരു ഭ്രാന്താണ് സാർ. അത് ഒരു ഗ്ലാമറുള്ള കുട്ടി വേണം അഭിനയിക്കാൻ. ഒരു 15 റുപ്യ എന്റെ കയ്യിലുണ്ട്. അതെന്താ വെച്ചാൽ മൂപ്പർക്ക് താല്പര്യമാണ്, ലവ് സ്റ്റൈലാണ് ആവശ്യം. നല്ല കണ്ടീഷൻ ആയിട്ട് കുട്ടീനെ വിളിക്കാ. ആ കുട്ടി മോളെ എന്റെ മോളാണ്. ഞാൻ അടുത്ത സിനിമയിൽ നായികയായിട്ടുള്ളതാണ്. അപ്പൊ കുഞ്ഞിനെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്താണല്ലേ അതിന്റെ നോക്കാം അല്ലേ? കുട്ടി ജോലി പറ്റുമോ? കണ്ടോ കുട്ടീനെ കണ്ടോ? കുട്ടീനെ കണ്ടങ്ങള് അപ്പൊ അങ്ങനെ എത്ര അമൗണ്ട് മുടക്കും? ഒരു 500 റുപ്യ മൂപ്പര് പിന്നെ തരുന്നു. മൂപ്പരൊക്കെ തരും. മൂപ്പര് എന്ത് വേണം ചെയ്യുമോ? പൈസ കിട്ടാറില്ല. അത് തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളെ ഓർത്തൊന്നല്ലേ? സിനിമ ചെയ്യാൻ എത്ര റുപ്യ നിങ്ങൾ വിചാരിച്ച്? സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഒരു കോടിയാണെങ്കിൽ പകുതി തരാനുള്ള ആളുകളുണ്ട്. ആ ഒരു ഇതാണ് സിനിമ ചെയ്യുന്നതും നായകന്മാരായിട്ട് പൈസ കൊടുക്കുന്നത്. അല്ല, അതിന് നല്ല നടന്മാർക്കൊക്കെ ഇങ്ങോട്ട് കൊടുക്കല്ലേ, നടന്മാർക്കല്ലേ കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ മാറി. ഇപ്പൊ നടന്മാരൊക്കെ ഷെയർ ഇടല്ലേ? അല്ല, അന്നപ്പോ ഒരു കാര്യം ചെയ്താൽ മൂപ്പർ ഷെയർ ആക്കിയല്ലോ. അപ്പോ അതിന്റെ ആവശ്യം ഇപ്പൊ ഇതാണ്, കെട്ടിപ്പിടിക്കണം, ലൗസിന് വേണോ, 500 റുപ്യ. സാറേ സാറേ ഈ 500 10,250 കൂടുതലാണെങ്കിൽ മൂപ്പര് തരും. മൂപ്പർക്ക് അടക്ക കച്ചവടമാണ്. അടക്ക വിറ്റിട്ട് തരും. നമ്മളവിടെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് മൂപ്പര്. മൂപ്പര് എന്ത് വേണമെങ്കിലും ചെയ്യും. മൂപ്പർക്ക് അതിൽ അടക്കൊന്ന് വിറ്റിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോ ഇങ്ങനെ ചെയ്യുന്ന പണി അത് മര്യാദയ്ക്ക് ചെയ്യുക. അടക്ക കച്ചവടമല്ല ചെയ്യുന്നത്, അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. സിനിമയിൽ അഭിനയിക്കാൻ അതിനുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്തോളൂ. നിങ്ങളിങ്ങനെ മെനക്കെട്ടിട്ട് ഇങ്ങനെ വിഷം കെട്ടി വരേണ്ട ആവശ്യമുണ്ടോ? സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കായിട്ട് പറഞ്ഞ് അഭിനയിക്കാൻ പറ്റിയൊരു ഫീൽഡല്ല. അതിന് കഴിവ് വേണം, അഭിനയിക്കാനുള്ള കഴിവ് വേണം. പിന്നെ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പണം വേണം. അത് നിങ്ങളെ 250 ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളെ ആവശ്യങ്ങളിപ്പോൾ നെല്ലിക്കടകളൊന്നും ശരി നമ്മളെ പോലത്തെ ആളുകളെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി ആയിട്ട് വരാൻ പാടില്ല. ഇല്ലെങ്കിൽ അല്ലല്ല ഇടയ്ക്ക്
പൈസന്റെ കാര്യത്തിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങളോട് പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലാതെ പൈസ മൂപ്പരൊരു ആഗ്രഹം. എന്താ ഷോർട്ട് ഫിലിം ഇരുന്നൂറ്റി കൊടുക്കുക, എഴുന്നൂറ്റി കൊടുക്കുക. വേജാറാക്കല്ലെങ്കിൽ നെറ്റ് കൊടുക്കൂടെ, നെറ്റ് കൊടുക്കൂടെ? അത് സമയമില്ല. കോടികളുടെ ബിസിനസ്സാണ്. സിനിമ തന്നെ കോടികളുടെ ബിസിനസ്സാണ്. ശരി ശരി ശരിയാ. ശരി, ഓക്കെ. ആരാണ് ഇവിടെ കണ്ടിട്ട് നെറ്റ് കൊടുക്കുന്നത്? സെക്യൂരിറ്റി ആ